നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 384 384. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 14-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ ശ്ലോകം 25. പ്രഭവോ അഭി ആത്മന സ്തോത്രം ജുഗുപ്സന്ധ്യവിശ്രുതാം ഹ്രീമന്ദപരമോദാര പൗരുഷം വാവിഗർഹിതം. ഇതാണ് ശ്ലോകം. സമർത്ഥന്മാരും വിഖ്യാതന്മാരുമായിരുന്നാലും ഒരു കണ്ടീഷണൽ ക്ലോസിലേക്കാണ് പോണത്. ലജ്ജയുള്ളവരും അത്യുത്കൃഷ്ടന്മാരുമായവർ സ്തോത്രത്തെ നിന്ദിക്കപ്പെട്ടതായ വീര്യത്തെ എന്ന പോലെ നിന്ദിക്കുന്നു എന്നാണ്. അതായത് ബുദ്ധിയുണ്ട്, കുബുദ്ധിയായിപ്പോയി. അതാണ് പറഞ്ഞത്. സമർത്ഥന്മാരും വിഖ്യാതന്മാരായിരുന്നാലും ലജ്ജയുള്ളവർ നാമം ചെല്ലാൻ അത് പാടില്ല എന്നാണ് പറഞ്ഞത്. ലജ്ജ ഉണ്ടാവാൻ പാടില്ല. സ്തോത്രങ്ങൾ ഈശ്വരനെ സ്തുതിക്കാൻ ലജ്ജ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തായി? അത്യുത്കൃഷ്ടന്മാരുമായവർ അവരുടെ സ്തോത്രത്തെ നിന്ദിക്കപ്പെട്ടതായ വീര്യത്തെ എന്ന പോലെ നിന്ദിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. സ്വന്തം സാമർഥ്യത്താൽ സമ്പാദിക്കപ്പെട്ട കല്യാണ ഗുണങ്ങളാൽ പ്രസിദ്ധന്മാരായവർ കൂടെ മംഗളകർമ്മങ്ങൾ ചെയ്തിട്ടാണല്ലോ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് എത്തുക. പക്ഷേ അതിൻ്റെ വൈഭവം അറിയാതെ കണ്ട് കുബുദ്ധികളായിട്ട് അധപ്പതിക്കണമെന്നാണ് പറഞ്ഞത്. സമുഖമായിട്ടവരെ സ്തുതിക്കുന്ന പക്ഷം അതിനെ വിരോധിക്കുകയും ആ സ്തുതിയെ അവർ നിന്ദിക്കുന്നത് പോലെ വിചാരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവർ ചെയ്ത ഗുണങ്ങളെ കീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ലജ്ജയുണ്ടാകാതിരിക്കയില്ല. നേരെ മറിച്ച് ഈശ്വരനെ സ്തുതിക്കുകയാണെങ്കിലോ നന്നായി. വ്യക്തികളെ സ്തുതിക്കരുത് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. എന്നു മാത്രമല്ല, വാസ്തവത്തിൽ അവർ പരമയോഗ്യന്മാരായതുകൊണ്ട് അവർക്ക് സ്വതേ തന്നെ കൃതാർത്ഥതയുണ്ട്. അതാണ് വലിയ കാര്യം. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് കടന്ന ഉറക്കം വരും, കഴിച്ചത് ദഹിക്കും. ഇത് രണ്ടും ഇല്ലെങ്കിൽ, ഈ കൃതജ്ഞത ഇല്ലാണ്ട് കൃതജ്ഞന്മാരായി തീർന്നാൽ കടന്ന ഉറക്കം വരില്ല, മനസ്സാക്ഷി കുത്തുവരും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ അവർ പരമയോഗ്യന്മാരായതുകൊണ്ട് അവർക്ക് സ്വതേ തന്നെ കൃതാർത്ഥതയുണ്ട്. മറ്റൊരുത്തൻ സ്തുതിക്കുന്നതിനെ അവർ ഏതുവിധം വിചാരിക്കുന്നു എന്നാൽ അറിയാതെ ചെയ്തു പോയ നിന്ദാകർമ്മത്തെ ഒരുവൻ ഏതുവിധം വിളിക്കു പറയുവാൻ മടിക്കുമോ അതുപോലെ നിന്ദാവഹമായിട്ട് വിചാരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിലൊരു പോസിറ്റീവ് റിസൾട്ടാണ് പറയുന്നത്. അതായത് പൃഥു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭഗവാന്റെ അംശാവതാരാണെങ്കിലും അദ്ദേഹം ഭഗവാനാണെന്ന് അറിയപ്പെടാൻ താല്പര്യമില്ല. നേരെ മറിച്ച് അല്പബുദ്ധികൾ ആണ് ആരെങ്കിലും എന്തെങ്കിലും കാശ് കൊടുത്തിട്ട് ഇയാൾ ഭഗവാനാണെന്ന് പറയിപ്പിക്കും. അതിൽ പോയി ചാടരുത്. അടുത്ത ശ്ലോകം 26. വയം ദ്വിവിദിതാം ലോകേ സൂതാദ്യാഭിവരീമഭി കർമ്മഭിക്കഥമാത്മാനം ഘാപയിഷ്യാമ ബാലവത്. കുട്ടികളെ പോലെ ഹേ സൂത, നാം ആകട്ടെ ഇന്നേ വരെയും ഉത്കൃഷ്ടകർമ്മങ്ങളാൽ ലോകത്തിൽ അറിയപ്പെടാത്തവർ ആത്മാവിനെ ബാലനെന്ന പോലെ എങ്ങനെ കീർത്തിപ്പിക്കും? ബാലന്മാർക്ക് കളിയിൽ താല്പര്യമുണ്ട് എന്നല്ലാതെ കണ്ട് ഞാൻ ഇന്നയാളുടെ മകനാണ്, ഇന്ന കുലജാതനാണ് എന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ ആവണം എന്നാണ് പറഞ്ഞത്.
ആസക്തി ഉണ്ടാവരുത്. ഏതല്ല കുലമഹിമ പറയാനും തൻ്റെ അഡ്രസ്സ് പറയാനും. അവിടെയാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഹേ സൂത, ഞാനാകട്ടെ ഉത്കൃഷ്ട കർമ്മങ്ങൾ കൊണ്ട് ലോകത്തിൽ ഇപ്പോൾ കീർത്തിക്കപ്പെട്ടിരിക്കുന്നില്ല. ആ സ്ഥിതിക്ക് അറിവില്ലാത്ത ഒരുവനെ പോലെ എന്നെക്കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഞാൻ തന്നെ സ്വസ്ത്രം ചെയ്യിപ്പിക്കുന്നതെങ്ങനെ? അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ പോലെ ആവാൻ പാടില്ല എന്ന്. ഞാൻ മേജറാണ്, ഞാൻ ക്യാപ്റ്റനാണ്, അപ്പോൾ ഒരാൾ പറയും ഞാൻ സോൾജിയറാണ്. അപ്പോൾ അതൊക്കെ പരിഹാസത്തിൽ പോവാണ്. ആക്ച്വലി ഈ എൻ്റെ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് എടുക്കാൻ പാടില്ല. എപ്പോഴും രാഷ്ട്രബോധം ഉണ്ടാവണം, എന്നിട്ട് വേണം രാഷ്ട്രീയം പറയാൻ. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടെങ്കിലേ ഈ ഭാഗവതം നമ്മൾക്ക് റിലീഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ ഇത് എന്തോ ഒരു അപസർപ്പക കഥ എന്തോ പറയും, അങ്ങനെ ഉണ്ട്. അത് നെഗറ്റീവായിട്ട് അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ അത് സമുചിതമല്ല എന്ന് പറഞ്ഞ് സൂതാദികളെ വിരോധിച്ചു. ഇതിൽ നിന്ന് സിദ്ധിക്കുന്ന സാരം ഇതാകുന്നു: കല്യാണ ഗുണങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെട്ടിരുന്നാലും ആത്മീയ സ്തുതി കേൾപ്പാൻ ഇഷ്ടമില്ലാതിരിക്കുന്നവർ ഉത്തമന്മാർ. അവരവരെ പറ്റി വീരവാദം പറയാൻ പാടില്ല, പറയിപ്പിക്കരുത് മറ്റുള്ളവരെ കൊണ്ട്. സ്വയം പറയാനും പാടില്ല. അതാണ് ഉത്തമന്മാർ. തങ്ങൾക്ക് യഥാർത്ഥമായുള്ള ഗുണങ്ങളെ സ്തുതിക്കുന്നതിൽ വിരോധിക്കാതെ ഇരിക്കുന്നവർ മധ്യമന്മാർ. ഗുണങ്ങളിലില്ലെന്നിരിക്കലും അന്യരെ കൊണ്ട് സ്വസ്ത്രം ചെയ്യിപ്പിക്കുന്നവർ മന്ദബുദ്ധികൾ. അപ്പോൾ മൂന്നാമത്, അപ്പോൾ ഉത്തമന്മാര്, മധ്യമന്മാര്, മന്ദബുദ്ധികൾ. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും സ്തുതിപാഠകന്മാരെ വിലക്കിക്കൊണ്ട് നിങ്ങൾ ജഗദീശ്വരനെ സ്തുതിക്കൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരെ ഉത്തമന്മാർ. യഥാവിധി ഉള്ള കാര്യങ്ങൾ പറയിപ്പിക്കണവരെ മധ്യമന്മാർ. ഇല്ലാത്തത് ഉണ്ടാക്കി പറയിപ്പിക്കുന്നവരെ മൂഢന്മാർ, അധമന്മാർ എന്ന് പറയും. അതിനാൽ മന്ദന്മാരുടെ സംഘത്തിൽ അറിവോടുകൂടെ ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ സ്തുതിക്കേണ്ട എന്ന് പറഞ്ഞ് സ്തുതിയെ നിരോധിച്ചു എന്നാണ് പറഞ്ഞത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ പൃഥുചരിതേ രാജ്യാഭിഷേക നിരൂപണം നാമ പഞ്ചദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ 15ാമത്തെ ചതുർത്ഥ സ്കന്ധത്തിലെ 15ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഉടനെ 16ാമത്തെ അധ്യായത്തിലേക്ക് പോവുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 16ാം അധ്യായം. മൈത്രേയ ഉവാച. 1ാം ശ്ലോകം. ഇതി ബ്രുവാണം നൃപതിം ഗായക മുനിചോദിത തുഷ്ടുവുസ്തുഷ്ടമനസസ്തത്വാഗമൃതസേവയാ. ഇപ്രകാരം പറയുന്ന രാജാവിനെ മുനികളാൽ പ്രേരിപ്പിക്കപ്പെട്ട പാട്ടുകാർ അദ്ദേഹത്തിൻ്റെ വാക്കാകുന്ന അമൃതത്തിൻ്റെ സേവ കൊണ്ട് സന്തോഷിച്ച മനസ്സോടുകൂടിയവരായിട്ട് സ്തുതിച്ചു. അങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വളരെ സിമ്പിളാണ്. പൃഥു ശരീരത്തിൽ വിളങ്ങുന്ന ഹരിഗുണങ്ങളെ സൂതമാഗതാദികൾ സ്തുതിച്ചതിനെ 16ാം അധ്യായത്തിൽ വിവരിക്കുന്നു. മൈത്രേയൻ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞ രാജാവിൻ്റെ വാക്കാകുന്ന അമൃതത്തെ. എന്താ രാജാവിൻ്റെ വാക്ക് അമൃതായത്? തന്നെ പറ്റി പുകഴ്ത്തി പാടണ്ട, ശ്രീഹരിനെ പുകഴ്ത്തിയാൽ മതി എന്ന് പറയാൻ ഉത്തമനാണ് അദ്ദേഹം. അതുകൊണ്ടാണ്. അപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സൂതമാഗതാദികളായ ഗായകന്മാരോട് മുനിമാർ പൃഥുഗുണങ്ങളെ പറ്റി കീർത്തിപ്പാൻ പറഞ്ഞതിനാൽ രാജാവിനെക്കുറിച്ച് താഴെ വിവരിക്കുന്ന വിധത്തിൽ സ്തോത്രം ചെയ്തു. ഗംഭീരമായിട്ട്. 2ാമത്തെ ശ്ലോകം ഒക്കെ 4 വരിയാവും.
ന അലംബയം തേ മഹിമാനുവർണ്ണനെ യോ ദേവവര്യോ അവതതാരമായയാം വേനാംഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാം അഭിബഭ്രമൂർധിയാ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ദേവശ്രേഷ്ഠനായ യാതൊരുവൻ സ്വ ഇച്ഛയാൽ അവതരിച്ച് അങ്ങയുടെ മഹിമയെ ക്രമത്തിൽ വർണ്ണിക്കുന്നതിൽ ഞങ്ങൾ സമർത്ഥന്മാരല്ല. അതായത് ശ്രീഹരിനെ സ്തുതിക്കാൻ ഞങ്ങൾ അർഹരല്ല. വേന ശരീരത്തിൽ നിന്ന് ജനിച്ച അങ്ങയുടെ പരാക്രമങ്ങളെക്കുറിച്ച് വാഗ്പതികളുടെ ബുദ്ധിവൃത്തികളും പരിഭ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർക്ക് കൂടി പൃഥുവിൻ്റെ ശ്രേയസ്സിനെ പറ്റി പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ഇത് മുതൽ അധ്യായം കഴിയുന്നത് വരെയുള്ള ശ്ലോകങ്ങൾ പൃഥുവിനെ കുറിച്ചുള്ള സ്തോത്രമാകുന്നു. ഹേ പ്രഭോ, അങ്ങയുടെ മഹിമയെ ക്രമത്തിൽ വർണ്ണിക്കുന്നതിന് ഞങ്ങൾ ശക്തന്മാരല്ല. എന്തുകൊണ്ടെന്നാൽ ദേവന്മാരിൽ അതിശ്രേഷ്ഠനായ ശ്രീഹരി തന്നെ സ്വേച്ഛയാം അങ്ങയുടെ സ്വരൂപത്തെ ധരിച്ച് അവതരിച്ചിരിക്കുകയാകുന്നു. വേനൻ്റെ ശരീരത്തിൽ നിന്ന് അവതരിച്ച അങ്ങയുടെ പരാക്രമങ്ങളെ വർണ്ണിക്കുന്നതിൽ വാഗ്പതികളായിരിക്കുന്ന, അതായത് വിദ്യയുടെ നാവും തുമ്പിൽ വരുന്നതിനൊക്കെ സരസ്വതിയും ബാക്കിയുള്ളതിനൊക്കെ പരമശിവനാണ് അധിപൻ. അപ്പോൾ വാഗ്പതികളായിരിക്കുന്ന ബ്രഹ്മവാദികളുടെ ബുദ്ധിവൃത്തികൾക്കും പരിഭ്രമം സംഭവിക്കും. ആ സ്ഥിതിക്ക് ഞങ്ങളെപ്പറ്റി പറവാനുണ്ടോ എന്നാണ് ആമുഖം. ഇനി മൂന്നാമത്തെ ശ്ലോകം. അധാപ്യുദാരശ്രവസ പൃഥോർഹരേ കാലാവതാരസ്യ കഥാമൃതാധൃതാം യഥോപദേശം മുനിഭിഃ പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിദന്മഹി. ഇതാണ് ശ്ലോകം. എങ്കിലും ഹരിയുടെ അംശാവതാരമായിരിക്കുന്ന സർവാർത്ഥസാധകമായ യശസ്സോടുകൂടിയ പൃഥുരാജാവായ അങ്ങയുടെ കഥാമൃതത്തിൽ ആദരത്തോടുകൂടിയ ഞങ്ങൾ മുനിമാരാൽ പ്രേരിതന്മാരായിട്ട് ഉപദേശത്തെ അനുസരിച്ചു കീർത്തിപ്പാൻ യോഗ്യങ്ങളായ കർമ്മങ്ങളെ വിസ്തരിക്കുന്നേൻ എന്നാണ് പറഞ്ഞത്. അങ്ങ് വേണ്ടാന്ന് പറഞ്ഞാലും അങ്ങയുടെ വീരശൂര പരാക്രമങ്ങൾ ലോകരറിയണം. അതിനാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ കടമ, ഞങ്ങളുടെ കടപ്പാട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. അശക്തന്മാരാണെങ്കിലും സകല ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയുടെ അംശാവതാരമായ അങ്ങയുടെ കഥാമൃത സേവയിൽ അത്യാദരത്തോടുകൂടിയ ഞങ്ങൾ മുനിമാരുടെ ഉപദേശത്തെ അതിക്രമിക്കാതെയും അവരുടെ പ്രേരണയെ അനുസരിച്ചും സർവാർത്ഥസാധകമായിരിക്കുന്ന യശസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളും ശ്ലാഘ്യങ്ങളുമായിരിക്കുന്ന കർമ്മങ്ങളെ വർണ്ണിക്കുന്നു എന്നാണ്. ശ്ലാഘനീയമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്, അതാ പറഞ്ഞത്. ഇനി നാലാമത്തെ ശ്ലോകം. യേഷധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേ അനുവർത്തയൻ ഗോപ്താച ധർമ്മസേതൂനാം ശാസ്താ തൽപരിപന്ഥിനാം. ലോകത്തെ ധർമ്മത്തിൽ അനുസരിപ്പിക്കുന്നവനും അവരാണ് ചക്രവർത്തി. ലോകരെ ധർമ്മത്തിൽ അനുസരിപ്പിക്കുക, അതാണ് രാജാവിൻ്റെ കഴിവ്. ധർമ്മമാർഗങ്ങളുടെ രക്ഷിതാവും അതിൻ്റെ ശത്രുക്കളുടെ ശാസിതാവുമായിരിക്കുന്ന ഇദ്ദേഹം ധർമ്മിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനാകുന്നു. ഫസ്റ്റ് പ്രൈസാണ്, അത് ഒന്നാം സ്ഥാനത്തുള്ള ആളാണ്. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയും, അല്ല ഭാവാർത്ഥം പറയണോ? അല്ല, അതിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹം അതിൻ്റെ ഭാവാർത്ഥം ഒന്നുകൂടി പറയാം. ഇദ്ദേഹം ധർമ്മിഷ്ഠനായിരിക്കുക മാത്രമല്ല, ലോകത്തെ മുഴുവനും ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ സഞ്ചരിപ്പിക്കുന്ന വർണ്ണാശ്രമാദി ധർമ്മമാർഗങ്ങളുടെ അതിർത്തികളെ സംരക്ഷിക്കും.
ധർമ്മമാർഗങ്ങളെ വിരോധിക്കുന്നവരെ ശാസിക്കും. അതിനാൽ ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാകുന്നു എന്നാണ് സ്തുതിയുടെ വേറൊരു ഗൗരവം. ഇനി 5ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? യേശ വൈ ലോകപാലാനാം ബിഭർത്തേകസ്തനോതനു കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, ഇദ്ദേഹം അന്യസഹായത്തെ അപേക്ഷിക്കാതെ ഏകനായിട്ട് തന്നെ യജ്ഞാതി ധർമാനുഷ്ഠാനങ്ങളെ മുടക്കം കൂടാതെ ഇഹലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിനാൽ ദേവലോകത്തിനും വിഷ്ട്യാദികളെ കൊണ്ട് ഈ ലോകത്തിനും ഹിതത്തെ ജനിപ്പിക്കുന്നവനുമാകയാൽ സൂര്യൻ, ചന്ദ്രൻ മുതലായ ലോകപാലകന്മാരുടെ അംശങ്ങളെ സ്വശരീരത്തിൽ വഹിച്ചിരിക്കുന്നുവെന്ന് അതാത് കാലത്തിൽ ആവശ്യമായിരിക്കുന്ന അതാത് പ്രവർത്തികൾ നിമിത്തം ലോകത്തിൽ സ്പഷ്ടമായി അറിയപ്പെടും. നല്ല ഫുൾ ഡീറ്റെയിൽഡ് അഡ്രസ്സോട് കൂടിയിട്ട്. 6 ശ്ലോകം. വസുകാലകുപാദത്തെ കാലേ ച അയം വിമുഞ്ചതി സമസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭൂ. അതിൻ്റെ വാക്കാർത്ഥം, സകല ഭൂതങ്ങളിലും, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സകല ഭൂതങ്ങളിലും തുല്യമായിട്ട് സൂര്യനെ പോലെ ആത്മസൂര്യനായി പ്രകർഷേണ പ്രതാപത്തെ പ്രകാശിപ്പിക്കുന്നവനും സർവസമർത്ഥനുമായിരിക്കുന്ന ഈ ആത്മാവാരാ? സർവസമസ്തനാണ്. ആരാണെങ്കിലും ശരി, ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര വ്യത്യാസമില്ല. ഇദ്ദേഹം കാലത്തിൽ ധനത്തെ സ്വീകരിക്കുന്നു, കാലത്തിൽ വിടുന്നു. അതാണ്, കാശിനെ പിടിച്ചു വയ്ക്കരുത്. കാശ് വരണം, ചെലവഴിക്കണം, നല്ല രീതിയിൽ ചെലവഴിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ഇത് മുതൽ 8 ശ്ലോകം കൊണ്ട് ദിക്പാലകന്മാരുടെ അംശം ഇദ്ദേഹത്തിൽ ഉണ്ടെന്ന് സ്പഷ്ടമാക്കുന്നു. സകല ഭൂതങ്ങളിലും രാഗദ്വേഷാദി ഭാവങ്ങളിലില്ലാതെ സമനായിരിക്കുന്ന ഇദ്ദേഹം സൂര്യനെ പോലെ സർവരിലും സ്വപ്രതാപത്തെ പ്രകാശിപ്പിക്കും. സൂര്യകിരണങ്ങൾ കൊണ്ട് സമുദ്രാദി ജലാശയങ്ങളിൽ നിന്ന് ജലത്തെ വലിച്ചെടുക്കുന്നത് പോലെ ഇദ്ദേഹം സമൃദ്ധി കാലത്തിൽ പ്രജകളിൽ നിന്ന് കരം പിരിച്ചെടുക്കും. വർഷകാലത്തിൽ സൂര്യൻ ജലത്തെ ലോകത്തിൽ വിട്ടുകൊടുക്കുന്നത് പോലെ ക്ഷാമകാലത്തിൽ പ്രജകൾക്ക് ധനം ദാനം ചെയ്തും സംരക്ഷിക്കും. അപ്പോൾ ഈ ധനം വരും പോവും, പക്ഷെ അതിൽ നമ്മൾക്ക് ദുരഭിമാനം ഉണ്ടാവാൻ പാടില്ല. ഈ പ്രവർത്തികൾ നിമിത്തം സൂര്യസാദൃശ്യം രാജാവിനുണ്ടെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 7ാമത്തെ ശ്ലോകം. തിദിക്ഷത്യക്രമം വൈന്യ ഉപര്യാക്രമതാമഭി ഭൂതാനാം കരുണഃ ശശ്വത് ആർത്താനാം ക്ഷിതിവൃത്തിമാൻ. എന്താ പറഞ്ഞത്? ദുഃഖിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെ നേരെ എല്ലായ്പ്പോഴും കരുണയുള്ളവനും ഭൂമിയുടെ സ്വഭാവമുള്ളവനുമായ വേനപുത്രൻ ശിരസിൽ ആക്രമിക്കുന്നവരുടെയും അതിക്രമത്തെ ക്ഷമിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? സങ്കടപ്പെടുന്ന പ്രാണികളുടെ നേരെ കരുണാശീലനും ഭൂമിദേവിയെപ്പോലെ സർവദാ ക്ഷമിക്കുന്നവനുമായ വേനാംഗജാതനായ ഈ മഹാൻ കാൽ കൊണ്ട് ശിരസിൽ ചവിട്ടുന്നവരുടെ നേരെയും ക്ഷമ കാണിക്കും. അതാണ് കാരണം. അല്ലെങ്കിൽ തൊട്ടേനും പിടിച്ചതിനൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കാൻ പോയാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഇതിനാൽ ക്ഷിത്യംശം ഇദ്ദേഹത്തിനുണ്ട് എന്ന് കാണിക്കുന്നു. അതായത് ഭൂമിയുടെ ക്ഷമാശീലം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. 8ാമത്തെ ശ്ലോകം. ദേവ അവർഷത്യസോ ദേവോ നരദേവ വപുർഹരി കൃസ്രപ്രാണ പ്രജാഹ്യേഷ രക്ഷിഷ്യാത്യുജസേന്ദ്രവത്. ദേവൻ വർഷിക്കാതിരിക്കുമ്പോൾ കഷ്ടത്തിൽ അകപ്പെടുന്ന പ്രാണങ്ങളോടുകൂടിയ പ്രജകളെ രാജശരീരത്തെ ധരിക്കുന്ന
ഹരിയായ ഇദ്ദേഹം ഇന്ദ്രനെ പോലെ പ്രയാസം കൂടാതെ രക്ഷിച്ചതി, അതായത് രക്ഷിക്കുന്ന പറഞ്ഞത്, വിത്തൗട്ട് എനി എന്താണെന്നാ പറയുക, എഫർട്ട്സ്, സോ സിമ്പിൾ, സോ നീറ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നീ പറഞ്ഞത് എന്താ? വർഷാധിപതിയായ ദേവേന്ദ്രൻ കാലത്തിൽ വർഷിക്കാതെ ഇരിക്കുമ്പോൾ കഷ്ടത്തിൽപ്പെട്ടിരിക്കുന്ന പ്രജകളെ രാജസ്വരൂപത്തെ ധരിപ്പിച്ചവതരിപ്പിക്കുന്ന ശ്രീഹരിയുടെ ഈ മഹാപ്രയാസം കൂടാതെ ഇന്ദ്രനെ പോലെ സ്വശക്തിയാ വർഷത്തെ ജനിപ്പിച്ചിട്ട് രക്ഷിക്കും. അതിനാൽ ഇന്ദ്രവംശവും ഇദ്ദേഹത്തിൽ ഉണ്ടെന്ന് വന്നു. ഒക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി 9ാമത്തെ ശ്ലോകം, അതെന്താ? ആപ്യായത്യസു ലോകം വദനാമൃതമൂർത്തിനാം സാനുരാഗാവലോകേന വിശദസ്മിതചാരുണ. വളരെ സിമ്പിളായിട്ട്, ശുദ്ധമായ സ്മിതം കൊണ്ട് മനോഹരമായും ഒരു പുഞ്ചിരി, അനുരാഗത്തെ കടാക്ഷത്തോടുകൂടിയും ഇരിക്കുന്ന മുഖചന്ദ്രനെ കൊണ്ട് ഇദ്ദേഹം ലോകത്തെ ആനന്ദിപ്പിക്കുന്നു. അതാണ്, ലോകരെ ആനന്ദിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു അപരാധമാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? ചന്ദ്രാംശം രാജാവിലുണ്ടെന്ന് കാണിക്കുന്നു. ശുദ്ധമായ മന്ദഹാസമാകുന്ന ചന്ദ്രിക നിമിത്തം മനോഹരമായും സ്നേഹസൂചകവുമായിരിക്കുന്ന കടാക്ഷത്തോടുകൂടിയും ഇരിക്കുന്ന മുഖമാവുന്ന ചന്ദ്രനെ കൊണ്ട് ഈ രാജാവ് ലോകത്തെ ആനന്ദിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്ദർശിക്കുന്നത് കൊണ്ട് തന്നെ ലോകം ചന്ദ്രദർശനത്താൽ എന്ന പോലെ സന്തോഷിക്കുന്നതിനാൽ ചന്ദ്രാംശം ഇദ്ദേഹത്തിലും ഉണ്ടെന്ന് സാരം. ഇനി 10ാമത്തെ ശ്ലോകം, അവ്യക്തവർഷ്മൈഷ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്തം അനന്തമാഹാത്മ്യഗുണൈകധാമാം പ്രചേത ഇവ സമൃതാത്മാ. എന്താണർത്ഥം പറയാ? വാക്കാർത്ഥം, വ്യക്തമല്ലാതിരിക്കുന്ന മാർഗത്തോടു കൂടിയിരിക്കുന്നവനും ഏറ്റവും മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തോടു കൂടിയവനും അഗാധകാര്യത്തെ ചെയ്യുന്നവനും സംരക്ഷിക്കപ്പെട്ട ധനത്തോടു കൂടിയവനും അനന്തമാഹാത്മ്യ ഗുണൈകതാമ, അപരിച്ഛിന്നമായ മാഹാത്മ്യത്തിനും ഗുണങ്ങൾക്കും ഏകമായ സ്ഥാനമായിരിക്കുന്നവനുമായ ഈ പൃഥുചക്രവർത്തി പ്രചേത ഇവ, വരുണനെ പോലെ സമൃദ്ധാത്മാ, മറയ്ക്കപ്പെട്ട ആത്മാവിനോട് കൂടിയവനാകുന്നു. ഇത് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. അപ്പം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരവരാണ്. അതിൽ ഭ്രമിക്കരുത്. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് സമാശ്വസിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ പ്രസ്ഥാനം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് ജപിച്ച് നിർവൃതിയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.